UDF സർക്കാരിന്റെ ജനക്ഷേമ പരിപാടികളിൽ നിന്ന് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് വിട്ടുനിൽക്കുന്ന ഗീതാ ഗോപി MLA പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. കേരള സർക്കാരിന്റെ ഏറ്റവും ജനക്ഷേമകരമായ പരിപാടിയാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുന്ന ഈ പദ്ധതി നടപ്പിലാക്കിയ UDF സർക്കാരിനെ യോഗം അഭിനന്ദിച്ചു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്ന UDF സർക്കാരിന്റെ നാട്ടിക നിയോജക മണ്ഡലതല ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്ന സ്ഥലം MLA പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് എന്തുകൊണ്ടാണെന്ന് പൊതുസമൂഹത്തോട് വിശദീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് KK ഹംസ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് യോഗം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹൈവേ 66-ൽ നാട്ടിക സെന്ററിൽ അടിപ്പാതയും തളിക്കുളം കൊപ്രക്കളം സെന്ററിൽ നടപ്പാലവും നിർമ്മിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതക സിലിണ്ടറിന്റെയും അനിയന്ത്രിത വിലവർധനവിനെതിരെ ജൂൺ 22 തിങ്കളാഴ്ച തൃപ്പയാർ സെന്ററിൽ സായാഹ്ന ധർണ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KS റഹ്മത്തുള്ള, ട്രഷറർ VC അബ്ദുൽ ഗഫൂർ, PH ഷെഫീഖ് ഹുസൈൻ, PM അബ്ദുൽ ജബ്ബാർ, KA കബീർ, NK മുഹമ്മദ് അലി, MSF ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സുഹൈൽ, ഉസ്മാൻ ഹാജി എടയാടി, RM അബ്ദുൽ മനാഫ്, PA ഫഹദ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു.